നമസ്കാരം. ഖത്തറിലും കുവൈറ്റിലും സ്ഫോടനം നടത്തി ഇറാൻ. അമേരിക്കയുടെ കപ്പൽ പടയെ ഇറാന്റെ ഡ്രോണുകൾ കത്തിച്ചു. അമേരിക്കയും ഇറാനും നേർക്കുനേർക്കുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ബഹ്റിനിൽ മുഴങ്ങുന്ന യുദ്ധ സൈറണുകൾ. ഖത്തറിലും കുവൈറ്റിലും അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കനത്ത ജാഗ്രതയൊക്കെ അതിന്റെ മുന്നോടിയായിട്ടാണ്. പേർഷ്യൻ ഗൾഫ് മേഖല വീണ്ടും ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്നു. വർഷങ്ങളായിട്ട് തുടരുന്ന അമേരിക്ക ഇറാൻ വൈരാഗ്യം പുതിയതും കൂടുതൽ അപകടകരവുമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന ആശങ്കയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെ അലട്ടുന്നതെന്ന് പറയാം. ജൂലൈ 9 കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും തന്ത്രപ്രധാനമായിട്ടുള്ള സൗകര്യങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡ്രോൺ ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ സംഘർഷത്തിനുള്ള സാധ്യത വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ്. ഇതിനകം തന്നെ ഗാസ, ചെങ്കടൽ, ഹോർമൂസ് കടലിടുക്ക് എന്നിവിടങ്ങളിലേക്ക് പ്രതിസന്ധികൾ മൂലം അസ്ഥിരമായി കിടന്ന മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന ആശങ്ക അത് ലോകം പങ്കിടുകയാണ്. ഇറാനിൽ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്കും തീരപ്രദേശങ്ങളിലുമുള്ള തന്ത്രപ്രധാന സ്ഥാനങ്ങൾക്കും അതിനു നേരെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ നടപടിയെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും എതിരായി ആക്രമണങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള അവകാശം ഇറാൻ ഉണ്ട് എന്നും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ തുടർച്ചയായിട്ടുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. വെറും ഒരു പ്രതീകാത്മകമായിട്ടുള്ള മുന്നറിയിപ്പല്ല, മറിച്ച് മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ നേരിട്ട് ലക്ഷ്യമിടാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്നുള്ള സന്ദേശം നൽകുകയാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ ശ്രമിച്ചതെന്ന് വേണം കരുതാൻ. കാരണം ആക്രമണത്തിനായിട്ട് ഉപയോഗിച്ചതായി പറയപ്പെടുന്ന കാമിക്കോസ് ഡ്രോണുകളാണ്. ലക്ഷ്യസ്ഥാനത്തെത്തി സ്വയം പൊട്ടിത്തെറിക്കുന്ന ഈ ഡ്രോണുകൾ അടുത്ത കാലത്തായിട്ട് ആധുനിക യുദ്ധത്തിന്റെ നിർണായക ആയുധമായിട്ട് മാറിയിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞതും കണ്ടെത്താനും ഈ പറയുന്ന പോലെ തടയാനും ഒക്കെ കൂടുതൽ പ്രയാസമുള്ളതുമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ അസമമായിട്ടുള്ള യുദ്ധതന്ത്രം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, ആ യുദ്ധത്തിലും പശ്ചിമേഷ്യയിലെ നിരവധി സംഘർഷങ്ങളിലുമൊക്കെ ഇത്തരം ഡ്രോണുകളുടെ വിനാശശേഷി ലോകം നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതാണ്. കുവൈറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കൻ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഖത്തറിലെ ഉപഗ്രഹ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും ബഹ്റിനിലെ സൈനിക ഇന്ധന സംഭരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. വളരെ കൃത്യതയോടുകൂടിയുള്ള ആക്രമണമാണ് നടത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓരോ ലക്ഷ്യത്തിനും പ്രത്യേക തന്ത്രപ്രധാനതയുണ്ട് എന്നുള്ളതാണ്. പാട്രിയറ്റ് മിസൈൽ സംവിധാനം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വ്യോമ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്നതാണ്. ഉപഗ്രഹ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മിസൈൽ വിക്ഷേപണങ്ങളും വ്യോമ ഭീഷണികളുമൊക്കെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്നവയാണ് എന്നതാണ്. അപ്പോൾ സൈനിക ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ യുദ്ധസമയത്ത് സൈനിക പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അതിനാൽ ഈ ലക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തത് സൈനിക സന്ദേശത്തോടൊപ്പം മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുവാനുള്ള നീക്കമായിട്ട് വേണം വിലയിരുത്തപ്പെടാൻ. അതുപോലെ കുവൈറ്റിലെ ക്യാമ്പ്, അരിഫ്ജാനും അലി അൽ സലേം വ്യോമതാവളവും ഒക്കെ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളാണ്. ഈ ബഹ്റിനിലുള്ള അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം വർഷങ്ങളായിട്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നാവിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇവിടങ്ങളിലേക്കാണ്, ഈ കപ്പൽ പടകളിലേക്കാണ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി അവിടെ അഗ്നിക്കിരയാക്കുന്നത് എന്നുള്ളതാണ്. ഇറാന്റെ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ പതിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെയും ഒപ്പം തന്നെ എണ്ണ വിതരണത്തിന്റെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ കേന്ദ്രത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വെറും സൈനിക നടപടിയായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല, മറിച്ച് അമേരിക്കയുടെ മേഖലാ സ്വാധീനത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ കേന്ദ്രങ്ങളെ കൊളോണിയൽ താവളങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണ് എന്ന ഇറാന്റെ ദീർഘകാലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന്റെ പ്രതിഫലനമാണ് ഈ ഭാഷ. അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുകയാണെങ്കിൽ മേഖലയിൽ ഉടനീളമുള്ള മറ്റ് അമേരിക്കൻ കേന്ദ്രങ്ങൾ അടക്കം പ്രതികാര നടപടികളുടെ പരിധിയിൽ വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഇറാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ബഹ്റിനും ഖത്തറും കുവൈറ്റിലുമാണ് ഈ ആക്രമണങ്ങൾ നടന്നതെങ്കിൽ ബാക്കിയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൂടെ, അതായത് അമേരിക്കൻ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പ്രതികാര നടപടികളുടെ പരിധിയിൽ അവർ ഉൾപ്പെടുത്തി അവിടെ ആക്രമണങ്ങൾ നടത്തുമെന്നുള്ള മുന്നറിയിപ്പ് വളരെ കൃത്യമായി ഇറാൻ നൽകുകയാണ്. ഇത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ സാധ്യതയുള്ള ലക്ഷ്യങ്ങളായി മാറിയേക്കുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ രാജ്യങ്ങൾക്ക്, എല്ലാ രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അതേസമയം അമേരിക്ക നടത്തിയതായി പറയപ്പെടുന്ന വ്യോമാക്രമണങ്ങൾ ഇറാന്റെ തീരപ്രദേശങ്ങളിൽ നിരവധി സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ കൂടി
ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ഭീഷണിപ്പെടുത്തുവാനുള്ള ഇറാന്റെ കഴിവ് കുറയ്ക്കുക എന്നതായിരുന്നു ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് അത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു തരത്തിലുള്ള സംഘർഷവും ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുവാനുള്ള ശേഷിയുള്ളതാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഡ്രോൺ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലാകെ സുരക്ഷാ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ബഹ്റൈനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ പ്രവർത്തനക്ഷമമാക്കിയപ്പോൾ ഖത്തർ ഭരണകൂടം ജനങ്ങളുടെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുവാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുവൈറ്റ് ആണെങ്കിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏതൊരു തരത്തിലുള്ള ഭീഷണിയെ നേരിടാൻ തയ്യാറാണ് എന്നുകൂടി കുവൈറ്റ് അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളാണ് എങ്കിലും നിലവിലെ സംഘർഷത്തിൽ നേരിട്ട് ഒരു പക്ഷത്തും ചേരാൻ അവർ തയ്യാറല്ല എന്നാണ് അവരുടെ ഔദ്യോഗിക പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ രാജ്യങ്ങൾ എന്ന് കരുതപ്പെടുന്ന ഈ ഗൾഫ് രാജ്യങ്ങളെ കൃത്യമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതിലാണ് കഴിഞ്ഞ ദിവസവും ഖത്തറിനെയും ഒമാനെയും ഈ പറയുന്ന പോലെ ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ ആക്രമണം നടത്തിയത്. ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക യുദ്ധത്തിന്റെ വ്യാപനമാണ്. ഇപ്പൊ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങനെ വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഭയം വളരെ ശക്തമായിട്ട് തുടർന്നു. ഇപ്പൊ യമനിലെ ഹൂതി വിഭാഗങ്ങൾ, ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സായുധ സംഘടനകൾ, ഇപ്പൊ ലെബനിൽ തന്നെയുള്ള ഈ ഹിസ്ബുള്ള തുടങ്ങിയ പ്രാദേശിക ശക്തികൾ അപ്പോൾ ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ അത് മുഴുവൻ പശ്ചിമേഷ്യയും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളുന്ന വലിയ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തും. അതായത് ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിലേക്ക് ഇത് ബാധിക്കപ്പെടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്തരം ഒരു സാഹചര്യം ആഗോള വ്യാപാരത്തെയും ഊർജ്ജ വിപണിയെയും സുരക്ഷാ സംവിധാനങ്ങളെയും ഒക്കെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന അടുത്ത നീക്കം ആരുടേതായിരിക്കുമെന്നാണ്. അമേരിക്ക കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടികളിലേക്ക് നീങ്ങുമോ, അതോ നയതന്ത്ര ചർച്ചകൾക്ക് വീണ്ടും അവസരം ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഗൾഫിലെ ഈ പുതിയ ഏറ്റുമുട്ടൽ ഇനി വെറും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമല്ല, ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷ, ആഗോള വ്യാപാരം, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഭാവി എന്നിവയെല്ലാം ഈ പ്രതിസന്ധിയുടെ ഗതിവിഗതികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിനാൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും ഓരോ രാഷ്ട്രീയ പ്രസ്താവനയും ലോകം അതീവ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥലത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്, സമാധാന കരാർ ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുമല്ല നിൽക്കുന്നത്, വീണ്ടും യുദ്ധത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഖത്തറിലും കുവൈറ്റിലും ഒക്കെ സ്ഫോടനം നടത്തി ഇറാൻ അവരുടെ കഴിവ് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പൽപ്പടയെ ഇറാന്റെ ഡ്രോണുകൾ കത്തിച്ച് ചാമ്പലാക്കുന്നത് ഇറാന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ്. അപ്പൊ അമേരിക്കയും ഇറാനും ഒക്കെ നേർക്ക് യുദ്ധം തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ ബഹ്റൈനിൽ മുഴങ്ങുന്ന യുദ്ധ സൈറനുകൾ എന്ന് പറയപ്പെടുന്നത് അത് ഖത്തറിലും കുവൈറ്റിലും ഒക്കെ മുഴങ്ങുന്നുണ്ട്. വളരെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖല വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. വീണ്ടും അമേരിക്കയും ഇറാനും നേർക്കുനേർ യുദ്ധം ആരംഭിച്ചതോടെ.